പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 25 മുതലുള്ള ശ്ലോകങ്ങൾ നോക്കാം. വെൺമുത്തിനും മരതകത്തിനും ആർത്തി നൽകും പൊന്മേനി രണ്ടും ഒരുമിച്ചു ചമഞ്ഞു നന്നായി നിർമ്മായമേവ ഹൃദയത്തിലുദിപ്പതിന്നും ജന്മാന്തരേ സുഹൃതമുള്ളൊരു ജീവനോവാൻ. വെൺമുത്തിനും മരതകത്തിനും ഒക്കെ ആർത്തി നൽകുന്ന പൊന്മേനി രണ്ടും എന്ന് വെച്ചാൽ ബലരാമനും ശ്രീകൃഷ്ണനും കൂടി അങ്ങനെ ഒന്നിച്ച് കളിച്ച് നടക്കുന്നത് കണ്ടാൽ, നവരത്നങ്ങളിൽപ്പെട്ട മുത്തുകളാണല്ലോ വെൺമുത്തും വെളുത്ത മുത്തും മരതകവും. ഇത് രണ്ടും നവരത്നങ്ങളിൽ പെട്ടതാണല്ലോ. ഇതിനൊക്കെ ആർത്തിയാവും എന്ന് പറഞ്ഞാൽ അസൂയ, അങ്ങനെ ഒരു വികാരം ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയണത്. ബലരാമൻ്റെ വെളുത്ത ദേഹം, കൃഷ്ണൻ്റെ മരതക നീലം എന്ന് പറയും. ആ നിറം കറമ്പൻ തന്നെ, അങ്ങനെയാണല്ലോ പറയണേ, കറുവർണ്ണൻ എന്നല്ലേ നമ്മൾ പറയുക. അപ്പോൾ വെളുത്തതും കറുത്തതും ആയിട്ടുള്ള മരതകരത്നം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു നിറം, അതാണ് കൃഷ്ണൻ്റെ. വെളുത്ത ബലരാമനും. ഇവർ രണ്ടുപേരും കൂടി നടക്കുമ്പോൾ ഈ രത്നങ്ങൾക്കൊക്കെ ആർത്തിയാവും എന്നാണ് പറയണത്. എന്ന് വെച്ചാൽ അവർക്ക് പോലും ഇത്രയും പ്രഭ ഇല്ല, ഞങ്ങൾക്ക് ഇത്രയും പ്രഭയില്ലല്ലോ എന്ന് അവർക്ക് ഒരു വിഷമം മനസ്സിൽ തോന്നും എന്നാണ് ഭാവന. ബലരാമൻ്റെ വെളുത്തതും മരതക നീലമുള്ള കൃഷ്ണൻ്റെ ഉടലും. ഭൂഭാരം തീർക്കാൻ വേണ്ടി മഹാവിഷ്ണു പുരാണത്തിലൊരു കഥ പറയുന്നുണ്ട്. മഹാവിഷ്ണു 2 രോമം, വെളുത്തതും കറുത്തതും ആയിട്ടുള്ള 2 രോമങ്ങൾ ഭൂമിയിലേക്ക് പറിച്ച് ഇട്ടു ഇത്രയും. ഭൂഭാരം തീർക്കാൻ ഈ 2 രോമങ്ങൾ മതി എന്ന് പറഞ്ഞിട്ട് മഹാവിഷ്ണു ഇതുപോലെ വെളുത്തതും കറുത്തതായിട്ട് 2 രോമങ്ങൾ പറിച്ച് ഭൂമിയിലേക്ക് ഇട്ട അതാണ് അത്രേ ഈ 2 അവതാരങ്ങളും എന്ന് വെച്ചാൽ കൃഷ്ണനും ബലരാമനും. അങ്ങനെ വിഷ്ണു പുരാണത്തിൽ പറയണു. അങ്ങനെ ഒരുമിച്ച് നന്നായി ചമഞ്ഞ് എല്ലാ അലങ്കാരങ്ങളോടും കൂടിയാണ് ഇവർ യശോദയും രോഹിണിയും അലങ്കരിച്ച് കുളിപ്പിച്ച്, ഞാൻ പറഞ്ഞില്ലേ, കുട്ടപ്പനാക്കി എല്ലാ അലങ്കാരങ്ങളും ചമയിച്ച് ആണ് ഇവരെ പുറത്തേക്ക് കളിക്കാൻ വിടുന്നത്. ബലരാമന് നീലപ്പട്ട്, കറുത്ത മേനിക്ക് ചേരണത് മഞ്ഞപ്പട്ടാണ്. അപ്പം കൃഷ്ണന് മഞ്ഞപ്പട്ട്, ബലരാമൻ നല്ല വെളുന്നായതുകൊണ്ട് നല്ല നീലപ്പട്ട്, നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ അതുപോലെ സർവ്വ ആഭരണ ഭൂഷിതരായിട്ടാണ് എല്ലാ അലങ്കാരങ്ങളും. വള, മാല, മോതിരം, കമ്മൽ, തലയിൽ പീലി, അത് കൃഷ്ണനേ ഉള്ളൂ തലയിൽ പീലി. എല്ലാം അങ്ങനെ ഒരു അലങ്കാരങ്ങളോടും കൂടി ഇങ്ങനെ ഇവരെ 2 പേരെയും ഒരുമിച്ച് കാണുമ്പോൾ ഹൃദയത്തിൽ ആത്മാർത്ഥമായി ഇത് ഉണരുവാൻ, എന്നുവെച്ചാൽ ജന്മാന്തരേ സുഹൃതമുള്ളൊരു ജീവനോവാൻ, അതിന് ഒരു സുഹൃതം ചെയ്ത ജീവൻ അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് കിട്ടുമോ എന്നാണ് പൂന്താനം ചോദിക്കണേ. പൂന്താനത്തിന് ആ ഒരു ജന്മത്തിൽ തന്നെ ഈ എല്ലാ സുഹൃതവും കിട്ടിയ ആളാണ് അല്ലേ, നമുക്കറിയാലോ. ഭഗവാനെ കാണാനും ഭഗവാൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് ഉടലോടെ പോവാനൊക്കെ ഭാഗ്യം കിട്ടിയ ആളാണ്. നിഷ്കളങ്ക ഭക്തിയാണ് പൂന്താനത്തിൻ്റെ. അഹങ്കാരം എന്ന് പറഞ്ഞത് തൊട്ട് തീണ്ടിയിട്ടില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ഭക്തി ഉള്ള ഉള്ളിലൊരു ഭക്തി ഭഗവാനോട് തോന്നുന്നവർക്ക് ചിലപ്പോൾ ഒരഹങ്കാരം, ഞാൻ വലിയ ഭക്തനാണ് എന്നുള്ളൊരഹങ്കാരവും പ്രകടനങ്ങളൊക്കെ ഉണ്ടാവും. പൂന്താനത്തിന് അതൊന്നുമില്ല. ഭഗവാൻ ഉള്ളിലിങ്ങനെ കിടന്ന് കളിക്കുകയല്ലേ. പൂന്താനത്തിന് അത്രയും, നമ്മൾ മേൽപ്പത്തൂരിൻ്റെ കഥ തന്നെ കേട്ടിട്ടുണ്ടല്ലോ.
ഒരുപാട് അറിവുള്ള ആളാണ് എന്നൊരു ഇത് പൂന്താനത്തിന് ഉണ്ടായിരുന്നു എന്നൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ സഹസ്രനാമം ചൊല്ലുമ്പം മരപ്രഭു എന്ന് ചൊല്ലി എന്ന് പറഞ്ഞ് പൂന്താനത്തിനെ കളിയാക്കിയവരുണ്ട്. അന്നും ഭഗവാൻ ശ്രീകോവിലിരുന്ന് പറഞ്ഞു, ഞാൻ മരപ്രഭുവാണ്, ആ മരപ്രഭുവാണ് എന്ന്. അപ്പോഴൊക്കെ പൂന്താനത്തിനെ ഭഗവാൻ താങ്ങിയിട്ടുണ്ട്. എന്നും പൂന്താനത്തിനോട് ഭഗവാന് വാത്സല്യമായിരുന്നു. അതുപോലെ വാത്സല്യം ഒരമ്മയ്ക്ക് മക്കളോട് തോന്നുന്ന വാത്സല്യമായിരുന്നു പൂന്താനത്തിന് ഉണ്ണികൃഷ്ണനോട്. എന്നുവെച്ചാൽ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായി എന്ന് ചോദിച്ച ആളാണ്. സ്വന്തം മകനെ പോലെയും അതുപോലെ ഭയഭക്തി ബഹുമാനങ്ങളോടെയും ഒക്കെയാണ് ഭഗവാനെ കണ്ടിരുന്നത് പൂന്താനം. അതിൻ്റെ അതുപോലെ നിഷ്കളങ്കമായിട്ടുള്ള ശ്ലോകങ്ങൾ ഈ ശ്ലോകത്തിൽ നമുക്ക് ഈ ശ്ലോകം വായിക്കുമ്പോഴും അത് ആ മനസ്സിലുണ്ടായിരുന്ന ആ ഭക്തി നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രണ്ടു പേരെയും ഒന്നിച്ച് കാണാൻ എനിക്ക് അടുത്ത ജന്മത്തിലെങ്കിലും സാധിക്കുമോ എന്നാണ് ചോദിക്കണേ പൂന്താനം. അടുത്ത ശ്ലോകം, വെണ്ണക്കിരന്നു വഴിയേ മണിയും കിലുക്കി കുഞ്ഞിക്കരങ്ങളുമുയർത്തി നടന്ന നേരം കണ്ണിൽ തെളിഞ്ഞു പുതുവെണ്ണ ലഭിച്ചു നിന്നോരുണ്ണിക്കിടാവു ചിരി പൂണ്ടതു കണ്ടിതാവൂ. വെണ്ണ എന്ന് ഒരു വിചാരമേ ഉള്ളൂ കൃഷ്ണന്. വെണ്ണയ്ക്ക് എരന്ന് നടക്കൂത്രേ. അമ്മേ വെണ്ണയുണ്ടോ എന്ന് ചോദിച്ച് കുഞ്ഞി കയ്യും ഉയർത്തിയിട്ട് നടക്കണ നേരം പുതിയ വെണ്ണ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, പുതിയ വെണ്ണ ഇങ്ങനെ കിട്ടുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം കൊണ്ട് ചിരിക്കുന്ന ആ ഉണ്ണിക്കിടാവ് ചിരി, ആ പുഞ്ചിരി, ആ നല്ല പുതിയ വെണ്ണ എന്നാ വെണ്ണ വേണോ എന്ന് ചോദിച്ച് നമ്മൾ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം നമ്മൾ ഓർക്കാതിരിക്കുമ്പോഴും അവർ കൊതിച്ചിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ അവർക്കൊന്ന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു സന്തോഷം, ആ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിരി ഒക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആനന്ദം തരുന്നതല്ലേ. ആ ഒരു പുഞ്ചിരി കാണണം എന്നാണ് മോഹം ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതുപോലെ അടുത്ത ശ്ലോകത്തിൽ പൂന്താനം യശോദയുടെ ആ ഒരു വാത്സല്യത്തിനെ പറ്റിയാണ് പറയണത്. എന്നോ മലിങ്ങു വരികെന്നു യശോദ മെല്ലെ ചൊന്നാൾ മകന്നു പുതുവെണ്ണ കൊടുപ്പതിനായി അന്നേരമാർത്തിയോടെ ഓടി വിയർത്തു വീണ കണ്ണൻ്റെ കാതരത കൺമതു കൗതുകമ്മേ. യശോദ മെല്ലെ കണ്ണനോട് വാത്സല്യം കൊണ്ട്, കണ്ണൻ ഈ തോന്നിയവാസം വികൃതികളൊക്കെ കാണിക്കുമെങ്കിലും എന്തോ ഒരു വാത്സല്യമാണ് യശോദയ്ക്ക് പറഞ്ഞ ഭാഗ്യം ചെയ്ത ഒരു ജന്മല്ലേ. കണ്ണനോടുള്ള വാത്സല്യവും പ്രേമവും സ്നേഹവും ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നിനക്ക് വെണ്ണ വേണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും കണ്ണൻ എവിടെയെങ്കിലും കളിക്കാവും, അപ്പോഴത്തേനും ഓടി പിടിച്ച് വരും യശോദയുടെ അടുത്തേക്ക്. അപ്പോൾ തൈരിങ്ങനെ നമ്മൾ തൈരിങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പം വെണ്ണ ഇങ്ങനെ കൂടി വരുമ്പോൾ നമ്മൾ കുട്ടികളോട് വെണ്ണ വേണോ ഇങ്ങോട്ട് വാ തരാമെന്ന് പറഞ്ഞാൽ അവർ കൊതിയുള്ളവരാണെങ്കിൽ ഓടിയൊരു വരവുണ്ടാവും കയ്യിൽ നീട്ടി അല്ലേ. അതുപോലെ ഒരു ഭാവനയാണ് ഇതിൽ. തൈര് കലക്കി തൈരിൽ വെണ്ണ കൂടുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി എടുത്ത് അവിടെ വയ്ക്കും. അപ്പോൾ ആ വിളി കേൾക്കുമ്പോഴത്തേക്കും ആർത്തിയോടെ ഓടി വരും എന്നാണ്. ആ കണ്ണൻ ആർത്തിയോടെ ഓടി വിയർത്തു വീണ കണ്ണൻ്റെ കാതരത, ബദ്ധപ്പാട്, ആ വെണ്ണ കിട്ടാനുള്ള കൊതി കൊണ്ടുള്ളൊരു ബദ്ധപ്പാട്, തരൂ എന്നും പറഞ്ഞ് യശോദയെ ആനന്ദിപ്പിക്കുക. കണ്ണൻ ഭക്തവത്സലൻ ആണ്, വെണ്ണക്കൊതി നടിച്ച് യശോദയെ ആനന്ദിപ്പിക്കുക. അതുപോലെ ഗോപികമാരുടെ വെണ്ണയും കവർന്ന് അവർക്കും ആനന്ദം കൊടുത്തു കണ്ണൻ അല്ലേ.
മധുരയ്ക്ക് പോകുന്നത് വരെയും കണ്ണൻ ഇവരുടെ വെണ്ണയും പാലും കട്ടുകുടിച്ചിട്ടേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇവർ ഗോപസ്ത്രീകൾ വെണ്ണ കൃഷ്ണൻ കട്ടെടുക്കാൻ വേണ്ടി കാത്തിരിക്കൂ അത്രേ. അത് ഉള്ളിൽ കൃഷ്ണൻ വരണം വെണ്ണ എടുത്തോട്ടെ എന്നൊരു വിചാരമാണ്. പക്ഷേ യശോദയുടെ അടുത്ത് പോയിട്ട് പരാതി പറയുകയും ചെയ്യും. യശോദ എല്ലാവർക്കും മൺകുടം മാറ്റി പൊന്നുംകുടം മേടിച്ച് കൊടുത്തു അത്രേ, എന്നും ചെന്ന് പരാതി പറയുന്നവർക്ക്. എന്നുവെച്ചാൽ ഈ ഉറിയിൽ ഉറുമ്പും ഒന്നും ജന്തുക്കൾ കയറാതെ ഉറിയിൽ കെട്ടിത്തൂക്കി പാലും മോരും വെണ്ണയൊക്കെ ഇങ്ങനെ ഉറിയുടെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. ഈ പുള്ളിക്കാരൻ ചെന്നിട്ട് എന്താ ചെയ്യുക, ഒരു കോലെടുത്തിട്ട് ഒരു കുത്തു കൊടുത്താലെല്ലാം ഇങ്ങോട്ട് പോരില്ലേ. അല്ലെങ്കിൽ ചില നേരത്ത് കൂട്ടുകാരെല്ലാവരും ഉണ്ടാവും കൂടെ. അപ്പോൾ ഒരാളുടെ തോളത്ത് മറ്റേയാൾ കയറും, അങ്ങനെ മുകളിൽ ഏറ്റവും മുകളിൽ കണ്ണൻ കയറും. എന്നിട്ട് ഈ ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കും, അവനവനും കഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ വികൃതി. അപ്പോൾ ഈ വെണ്ണയ്ക്ക് ഇത്രയും ആർത്തി ഉണ്ടെന്ന് യശോദയ്ക്ക് അറിയാം. അപ്പോൾ തൈര് കലക്കുമ്പോൾ എന്താ വെണ്ണ വേണ്ടേ എന്ന് ചോദിക്കുമ്പോഴേക്കും കണ്ണൻ ഓടി വെച്ചാൽ കൊതി കൊണ്ട് ഓടി ബന്ധപ്പെട്ട് കൈ നീട്ടി വരും എന്നാണ് പൂന്താനം പറയണത്. അത്രയും യശോദയുടെ ആ ഒരു വാത്സല്യവും ലാളനയും കണ്ണനോടുള്ള അതൊക്കെ മനസ്സിൽ കണ്ടിട്ട് എഴുതിയ ഒരു ശ്ലോകമാണ് ഈ ശ്ലോകം. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.